വിട്ടുമാറാത്ത ചുമ അല്ലെങ്കിൽ അടിക്കടിക്ക് വരുന്ന ചുമയാണ് നമ്മൾ അലർജി ക്ലിനിക്കിൽ വരുന്ന ഒരു ഭൂരിപക്ഷം പേഷ്യൻസിൻ്റെയും കംപ്ലയിൻറ്റ്. എന്നാൽ എല്ലാ ചുമകളും ആസ്മയല്ല. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും നമ്മുടെ ആമാശയത്തിൽ നിന്ന് ഭക്ഷണവും ആസിഡും ചെറുതായിട്ട് റിഫ്ലക്സ് ചെയ്യുന്ന ഗാസ്ട്രോഎസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് GERD എന്ന് പറയും, അസിഡിറ്റി എന്നൊക്കെ നമുക്ക് സാധാരണക്കാർ പറയുന്നത്, അത് ചുമയുടെ ഒരു പ്രധാന കാരണം. അതേപോലെ തന്നെ TB, നമ്മുടെ നാട്ടിൽ TB ഒരു പ്രധാന കാരണമാണ്. പിന്നെ ജന്മനുള്ള ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ, ജന്മന ശ്വസനനാളിയിലുള്ള പേശികളുടെ ബലക്കുറവ്, ലാരിങ്കോമലേഷ്യ എന്നൊക്കെ നമ്മൾ പറയും, അത് ഒരു പ്രധാന കാരണം. അതേപോലെ തന്നെ ജന്മവൈകല്യങ്ങളുണ്ട്, സിസ്റ്റിക് ഫൈബ്രോസിസ്, കാർട്ടാജിനർ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ ജന്മവൈകല്യങ്ങൾ. ഇതൊക്കെ നമുക്ക് വിട്ടുമാറാത്ത ചുമയ്ക്ക് കാരണമാവാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിട്ടുമാറാത്ത എല്ലാ ചുമയുടെയും കാരണം ആസ്മയല്ല. അപ്പോൾ നിങ്ങൾ ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചുമയുടെ കാരണം തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെത്തി അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്.